ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ. ഒഡീഷയിൽ 42ഉം ഹിമാചൽ പ്രദേശിലെ 6 നിയമസഭാ സീറ്റിലേക്കും നാളെ വോട്ടെടുപ്പ്. സംസ്ഥാന സർവീസിൽ കൂട്ടവിരമിക്കൽ. ഇന്ന് പടിയിറങ്ങുന്നത് 16,000-ലേറെ ജീവനക്കാർ. കാലവർഷം എത്തിയതോടെ പകർച്ചവ്യാധികൾക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശം. ഇന്നും നാളെയും 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുത്. പക്ഷിപ്പനി സ്ഥിരീകരിച്ച കോട്ടയം ജില്ലയിലെ പായിപ്പാട്ട് പ്രതിരോധ നടപടികൾ തുടങ്ങി. കണ്ണൂരിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് യാത്രാ വിമാനം നാളെ പുറപ്പെടും. വാർത്തകൾ വിശദമായി. രാജ്യത്ത് 7ാമത്തെയും അവസാനത്തെയും ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പ് നാളെ. 57 മണ്ഡലങ്ങളിലാണ് 7ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഉത്തർപ്രദേശ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ 13 വീതവും പശ്ചിമബംഗാളിൽ 9ഉം ബീഹാറിൽ 8ഉം ഒഡീഷയിൽ 6ഉം ഝാർഖണ്ഡിൽ 3ഉം ഹിമാചൽ പ്രദേശിൽ 4ഉം ചണ്ഡിഗഡിലെ 1 ലോക്സഭാ മണ്ഡലത്തിലുമാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. ഒഡീഷ നിയമസഭയിലേക്കുള്ള 42 സീറ്റിലേക്കും ഹിമാചൽ പ്രദേശിലെ 6 നിയമസഭാ സീറ്റിലേക്കും നാളെ വോട്ടെടുപ്പ് നടക്കും. പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ഏകാന്ത ധ്യാനം തുടരുന്നു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് അദ്ദേഹം കന്യാകുമാരിയിലെത്തിയത്. നാളെ വൈകുന്നേരം ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രി അവിടെ നിന്നും ഡൽഹിയിലേക്ക് മടങ്ങും. സംസ്ഥാന സർവീസിൽ ഇന്ന് കൂട്ടവിരമിക്കൽ. 16,000-ലേറെ സർക്കാർ ജീവനക്കാർ ഇന്ന് പടിയിറങ്ങും. ഇതിൽ പകുതിയിലധികം അധ്യാപകരാണ്. പോലീസിൽ നിന്നുള്ള 800ഓളം പേർ ഇന്ന് വിരമിക്കുന്നുണ്ട്. ഒരു മാസം ഇത്രയധികം പേർ ഒരുമിച്ച് വിരമിക്കുന്നത് അപൂർവമാണ്. കാലവർഷം എത്തിയ സാഹചര്യത്തിൽ പകർച്ചവ്യാധികൾക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി വീണ ജോർജ്. എലിപ്പനി, ഡെങ്കിപ്പനി, വയറിളക്ക രോഗങ്ങൾ, H1N1 തുടങ്ങിയ പകർച്ചവ്യാധികളാണ് പൊതുവെ കൂടുതലായി കാണുന്നത്. വെള്ളക്കെട്ടുണ്ടാകുന്നതിനാൽ എലിപ്പനിക്കെതിരെ വളരെയേറെ ശ്രദ്ധിക്കണം. ജില്ലാതലത്തിൽ ഒരു ആശുപത്രിയിലെങ്കിലും 8 മണിവരെ പ്രത്യേക പനി OP ഉണ്ടായിരിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. എല്ലാ മെഡിക്കൽ കോളേജിലും പനി ക്ലിനിക് ആരംഭിക്കും. കുടിവെള്ളത്തിൽ മഴവെള്ളം കലരുന്നതിനാൽ കിണറുകൾ ഉൾപ്പെടെയുള്ള കുടിവെള്ള സ്രോതസ്സുകൾ സൂപ്പർ ക്ലോറിനേറ്റ് ചെയ്യണം. വയറിളക്ക രോഗങ്ങൾക്കെതിരെയും ശ്രദ്ധയുണ്ടാകണം. ഭക്ഷണം മൂടിവയ്ക്കണം. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. ഡെങ്കിപ്പനി വ്യാപിക്കാതിരിക്കാൻ ആരോഗ്യവകുപ്പ് നേരത്തെ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ നിപയ്ക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഒരുമിച്ച് കരുതലോടെ നിപയെ പ്രതിരോധിക്കണമെന്നും വീഡിയോ സന്ദേശത്തിൽ മന്ത്രി പറഞ്ഞു. നിപ്പ പ്രതിരോധത്തിൽ മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള ഈ കാലഘട്ടത്തിൽ അതീവ ജാഗ്രത ഉണ്ടാകണം. വവ്വാലുകളുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കരുത്. അവയുടെ ആവാസ വ്യവസ്ഥകളിൽ നിന്ന് തീയിട്ടോ മറ്റേതെങ്കിലും രീതിയിലും അവയെ ഓടിക്കാനായി നാം ശ്രമിക്കരുത്. വവ്വാലുകൾ കഴിച്ച പഴങ്ങളുടെ ബാക്കി ഒരു കാരണവശാലും കഴിക്കരുത്. വാഴക്കൂമ്പിലെ തേൻ കുടിക്കരുത് എന്നുള്ളത് കുട്ടികളോടും നാം ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുണ്ട്. വവ്വാലുകളുടെ വിസർജ്യമോ വവ്വാലും പക്ഷികളും കഴിച്ച പഴങ്ങളുടെ ബാക്കിയും സ്പർശിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഓർക്കുക, കൈകൾ വൃത്തിയായി സോപ്പിട്ട് കഴുകണം. സംസ്ഥാനത്ത് കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്നും നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ആഴ്ചകളായി തുടരുന്ന ശക്തമായ മഴയ്ക്ക് ശമനം. മലയോര മേഖലകളിലും നഗരപ്രദേശങ്ങളിലും മഴ കുറഞ്ഞിട്ടുണ്ട്. ജില്ലയിലെ പ്രധാന നദികളായ വാമനപുരം, നെയ്യാർ എന്നിവിടങ്ങളിൽ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്. ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിനെ തുടർന്ന് മുട്ടത്തറയിൽ ദുരിതാശ്വാസ കേന്ദ്രം തുറന്നു. 15 കുടുംബങ്ങളിലെ 40 പേരെ ഇവിടേക്ക് മാറ്റി. ജില്ലയിൽ 12 ദുരിതാശ്വാസ ക്യാമ്പിലായി 134 പേരാണുള്ളത്. കൊല്ലം ജില്ലയിൽ മഴക്കെടുതി വ്യാപകം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 പേർക്കായി തിരച്ചിൽ തുടരുന്നു. കൊല്ലം ജില്ലയിൽ 15 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിനായി KSRTC ഡ്രൈവർമാർക്ക് സമൂഹമാധ്യമത്തിലൂടെ നിർദ്ദേശം നൽകി മന്ത്രി KB ഗണേഷ് കുമാർ. സ്വകാര്യ ബസ്സുകളുമായി മത്സരയോട്ടം വേണ്ടെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ബ്രീത്ത് അനലൈസർ പരിശോധന തുടങ്ങിയതോടെ KSRTCയിലെ അപകടങ്ങൾ കുറഞ്ഞെന്നും മന്ത്രി വീഡിയോയിൽ പറഞ്ഞു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ കേന്ദ്രം വഴി യാത്ര ചെയ്യുന്നതിനായി ഹാജിമാർ കണ്ണൂർ വിമാനത്താവളത്തിലെത്തി തുടങ്ങി.
ആദ്യമെത്തിയ കണ്ണൂർ സിറ്റി സ്വദേശി മുസ്തഫയുടെ ആരോഗ്യരേഖയും ലഗേജും സ്വീകരിച്ചുകൊണ്ട് വിമാനത്താവള എംഡി സി ദിനേശ് കുമാർ തീർത്ഥാടകരെ ഔദ്യോഗികമായി സ്വീകരിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ ഹജ്ജ് ക്യാമ്പ് ഇന്ന് വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യും. ആദ്യ ഹജ്ജ് യാത്രാ വിമാനം നാളെ രാവിലെ ജിദ്ദയിലേക്ക് പുറപ്പെടും. പക്ഷിപ്പനി സ്ഥിരീകരിച്ച കോട്ടയം ജില്ലയിലെ പായിപ്പാട് പ്രതിരോധ നടപടികൾ തുടങ്ങി. പായിപ്പാട് എട്ടിയാക്കരി പാടശേഖരത്തിൽ താറാവുകൾക്ക് ഇന്നലെയാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യു. പക്ഷിപ്പനി സ്ഥിരീകരിച്ച പായിപ്പാട് ഗ്രാമപഞ്ചായത്തിലെ താറാവ് ഫാമിലെ 18,000 താറാവുകളെയും പക്ഷിപ്പനി ബാധിത മേഖലയായി പ്രഖ്യാപിച്ച 1 കിലോമീറ്റർ ചുറ്റളവിലെ വളർത്തുപക്ഷികളെയും ദയാവധം ചെയ്ത് ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന നടപടി തുടങ്ങി. മൃഗസംരക്ഷണ വകുപ്പിന്റെ ദ്രുതകർമ്മ സംഘം ഇതിനായി സ്ഥലത്തെത്തി. പുത്തൻപുരയിൽ ഔസേബ് മാത്യു എന്നയാളുടെ ഫാമിലെ താറാവുകൾ കൂട്ടത്തോടെ ചത്തതിനെ തുടർന്ന് ഭോപ്പാലിലെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് H5N1 സ്ഥിരീകരിച്ചത്. മൃഗസംരക്ഷണ വകുപ്പിന്റെ മണർകാട്ടെ കോഴി വളർത്തൽ കേന്ദ്രത്തിലെ കോഴികളെയും ഈയിടെ പക്ഷിപ്പനി ബാധിച്ചിരുന്നു. കോഴിക്കോട് ചാത്തമംഗലത്ത് ഒരു കുടുംബത്തിലെ 4 പേർക്ക് ഭക്ഷ്യവിഷബാധ. ഇവരെ മണ്ണാശ്ശേരിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഒരു കുട്ടി തീവ്രപരിചരണ വിഭാഗത്തിലാണ്. AI പഠനം പുതിയ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തി കേരളം. സംസ്ഥാനത്തെ 7ാം ക്ലാസ്സിലെ 4 ലക്ഷത്തിലധികം കുട്ടികൾ പുതിയ അധ്യയന വർഷത്തിൽ ICT പാഠപുസ്തകത്തിലൂടെ നിർമ്മിത ബുദ്ധിയെപ്പറ്റി പഠിക്കും. +1 മെറിറ്റ് സീറ്റിലേക്ക് അപേക്ഷിച്ചവർക്കും ട്രയൽ അലോട്ട്മെന്റ് ലഭിച്ചവർക്കും അപേക്ഷയിൽ തിരുത്തലുകൾ വരുത്താൻ അവസരം ഇന്ന് വൈകുന്നേരം 5-ന് അവസാനിക്കും. ജാതി സംവരണ വിവരം, ബോണസ് പോയിന്റ്, പഞ്ചായത്ത്, താലൂക്ക്, ടൈ ബ്രേക്കിംഗിന് പരിഗണിക്കുന്ന പാഠ്യേതര പ്രവർത്തനങ്ങളിലെ മികവ് എന്നിവയാണ് തിരുത്താനാവുന്നത്. 2024 അധ്യയന വർഷത്തെ MBA പ്രവേശനത്തിനുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രവേശന പരീക്ഷയായ കേരള മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് KMATനായി ജൂൺ 6 വൈകിട്ട് 4 വരെ ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാം. വിശദ വിവരങ്ങൾക്ക് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷകളുടെ സമയക്രമത്തിൽ മാറ്റം. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ അടുത്ത മാസം 5 മുതൽ 9 വരെ ഉച്ചയ്ക്ക് ശേഷം 2 മുതൽ 5 വരെ നടത്തും. ഇതിനായി വിദ്യാർത്ഥികൾ 11:30 മുതൽ 1:30 വരെയുള്ള സമയത്ത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യണം. ജൂൺ 10-ന് ഉച്ചയ്ക്ക് ശേഷം 3:30 മുതൽ 5 വരെ നടക്കുന്ന ഫാർമസി പ്രവേശന പരീക്ഷയ്ക്കായി വിദ്യാർത്ഥികൾ ഉച്ചയ്ക്ക് 1 മുതൽ 3 വരെ റിപ്പോർട്ട് ചെയ്യണം. തിരുവനന്തപുരം വെള്ളായണിയിൽ 2 കുട്ടികൾ കുളത്തിൽ മുങ്ങി മരിച്ചു. നേമം വിക്ടറി ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ മുഹമ്മദ് ഇസ്ഹാനും മുഹമ്മദ് ബിലാലുമാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് കുളിക്കാൻ കുളത്തിലിറങ്ങിയപ്പോഴായിരുന്നു അപകടം. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. പുകയിലയുടെ ഉപയോഗത്തിലൂടെ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനാണ് എല്ലാ വർഷവും മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. പുകയില വ്യവസായങ്ങളുടെ ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ് ഈ വർഷത്തെ പുകയില വിരുദ്ധ ദിന പ്രമേയം. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം 2000 കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കുന്നു. ഇതിനായുള്ള ലേലം ജൂൺ 4-ന് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ കുബേർ സംവിധാനം വഴി നടക്കും. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 122 പോയിന്റ് നേട്ടത്തിൽ 74,008-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 25 പോയിന്റ് നേട്ടത്തിൽ 22,514-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 53,360 രൂപയാണ് ഇന്നത്തെ വില. കൊല്ലം ജില്ലാ നിയമസേവന അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ താലൂക്കുകളിലെ കോടതി ആസ്ഥാനങ്ങളിൽ വച്ച് ജൂൺ 8-ന് നാഷണൽ ലോക് അദാലത്ത് സംഘടിപ്പിക്കുന്നു. താലൂക്ക് കേന്ദ്രങ്ങളിലെ അദാലത്ത് അതാത് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ചെയർമാൻ നേതൃത്വം നൽകും. സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെയും വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള കരട് പട്ടിക ജൂൺ 6-ന് പ്രസിദ്ധീകരിക്കും. ജൂൺ 6 മുതൽ 21 വരെ പുതുതായി പേര് ചേർക്കുന്നതിനും മാറ്റങ്ങൾ വരുത്താനും അവസരമുണ്ടാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ. ഒഡീഷയിൽ 42-ഉം ഹിമാചൽ പ്രദേശിലെ 6 നിയമസഭാ സീറ്റിലേക്കും നാളെ വോട്ടെടുപ്പ്. സംസ്ഥാന സർവീസിൽ കൂട്ടവിരമിക്കൽ. ഇന്ന് പടിയിറങ്ങുന്നത് 16,000-ലേറെ ജീവനക്കാർ. കാലവർഷം എത്തിയതോടെ പകർച്ചവ്യാധികൾക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശം. ഇന്നും നാളെയും 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുത്. പക്ഷിപ്പനി സ്ഥിരീകരിച്ച കോട്ടയം ജില്ലയിലെ പായിപ്പാട്ട് പ്രതിരോധ നടപടികൾ തുടങ്ങി. കണ്ണൂരിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് യാത്രാ വിമാനം നാളെ പുറപ്പെടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.